നമസ്കാരം. ഒടുവിൽ വാഗ അതിർത്തി തുറന്നിരിക്കുകയാണ് പാകിസ്ഥാൻ. അട്ടാരി വാഗ അതിർത്തിയിൽ കുടുങ്ങിക്കിടന്ന പൗരന്മാർക്ക് തിരികെ രാജ്യത്തേക്ക് പ്രവേശിക്കുന്നതിനായാണ് പാകിസ്ഥാൻ അതിർത്തി തുറന്നു നൽകിയത്. ഇതോടെ അതിർത്തിയിൽ ഇന്നലെ മുതൽ കുടുങ്ങിക്കിടന്ന സ്വന്തം പൗരന്മാരെ പാകിസ്ഥാൻ തിരികെ കൊണ്ടുപോയി. വലിയ പ്രതിഷേധങ്ങൾ അതിർത്തി തുറക്കാത്തതുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്നു. യാതൊരു വിശദീകരണവും നൽകാതെയാണ് ഇന്നലെ സ്വന്തം പൗരന്മാരെ പാകിസ്ഥാൻ തടഞ്ഞുവച്ചത്. അനുവദിച്ച സമയം കഴിഞ്ഞിട്ടും പാക് പൗരന്മാരെ മടങ്ങാൻ ഇന്ത്യ അനുവദിച്ചപ്പോഴാണ് പാകിസ്ഥാന്റെ ഈ സമീപനം. ഏപ്രിൽ 22-നാണ് പഹൽഗാമിൽ 26 പേരുടെ മരണത്തിനിടയാക്കിയ ഭീകരമായ ആക്രമണമുണ്ടായത്. ഇതിനെ തുടർന്ന് ഹ്രസ്വകാല വിസയിലുള്ള എല്ലാ പാകിസ്ഥാൻ പൗരന്മാരും രാജ്യം വിടണമെന്ന് ഇന്ത്യ നിർദ്ദേശിക്കുകയും ചെയ്തു. ഇതിനു പിന്നാലെയാണ് ഇന്ത്യയിൽ നിന്നും പാക് പൗരന്മാർ പാകിസ്ഥാനിലേക്ക് മടങ്ങാൻ തുടങ്ങിയത്. യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും അതിർത്തിയിൽ കാര്യങ്ങൾ യുദ്ധ സമാനമാണ്. 8-ാം ദിനവും നിയന്ത്രണ രേഖയ്ക്ക് സമീപം വീണ്ടും പാക് പോസ്റ്റുകളിൽ നിന്ന് വെടിവെപ്പുണ്ടായി. കുപ്വാര, ബാരമുള്ള, പൂഞ്ച്, അക്നൂർ സെക്ടറുകളിലാണ് വെടിവെപ്പുണ്ടായത്. ഇതിനെതിരെ ഇന്ത്യൻ സൈന്യം ശക്തമായി തിരിച്ചടിക്കുകയും ചെയ്തു. പാക് സൈനിക മേധാവി അതിർത്തി മേഖലയിലേക്ക് എത്തുകയും പാകിസ്ഥാന്റെ സൈനിക അഭ്യാസം നിരീക്ഷിക്കുകയും ചെയ്തു. ആക്രമിച്ചാൽ തിരിച്ചടിക്കുമെന്ന് ഇന്ത്യയെ വെല്ലുവിളിക്കുകയും ചെയ്തു. ലാഹോറിനും ഇസ്ലാമാബാദിനും പിന്നാലെ കൂടുതൽ നഗരങ്ങളിൽ നോ ഫ്ലൈ സോൺ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഡ്രോണുകളടക്കം വെടിവെച്ചിടുമെന്നും മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്.